ിൽ കിടക്കുന്ന ദുഷിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 99 പെരുമ്പാമ്പുകൾ അവനെ വന്ന് വലയം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വല്ല കിതാബിൽ എഴുതി വെച്ചതോ വല്ല പണ്ഡിതന്റെ അഭിപ്രായമൊന്നുമല്ല. ഈ പ്രസംഗത്തിൽ പരിശുദ്ധ ഖുർആനും ഹദീസും അല്ലാതെ ഒന്നൊന്നും ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ ഇമാം ഗസാലിയെ മാത്രമാണ് ഇടയ്ക്കൊരു കിതാബെന്ന് ഉദ്ധരിച്ചത്. ബാക്കിയൊക്കെ ഖുർആനും നബിന്റെ വർത്താനമാണ്. ഒരു പണ്ഡിതന്റെ അഭിപ്രായമൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ സ്വീകരിക്കുക, തള്ളിക്കളയൊക്കെ ചെയ്യുക. അത് ഇസ്ലാമിൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞ ഖുർആനും റസൂല് പറഞ്ഞ ഹദീസുമാണ് 99 പെരുമ്പാമ്പുകൾ, ഓരോ പെരുമ്പാമ്പിനും 9 തല. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഗസാലി പറഞ്ഞൊരു അഭിപ്രായം ചിന്തിക്കേണ്ടതാണ്. ഇമാം ഗസാലി പറഞ്ഞത് ആ പാമ്പ് ഖബറിൽ ഉണ്ടാവുന്നതാവില്ല, മരിച്ചു പോണ ഇവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നേരത്തെ ഉള്ളതാണ്, അത് ആ സമയത്തുണ്ട് പ്രത്യക്ഷപ്പെടുക. വൃത്തികെട്ട ജീവിതം നയിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ തന്നെ ഒരുതരം സർപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രാത്രി ഈ സ്വപ്നത്തിൽ ആൾക്കാർ നിരന്തരമായിട്ട് പാമ്പിനെ കിനാവ് കാണാറുണ്ട്. നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പാമ്പിനെ കിനാവ് കാണാം. പാമ്പിനെ കിനാവ് കണ്ട സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രപ്രകാരം പറയുന്നത് ശത്രു ഉണ്ട് എന്നാണ്.